ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഇന്നലത്തെ ഷോർട്ട് വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. വീഡിയോ കാണാത്തവർ എൻ്റെ ചാനലിൽ കയറി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മൂസിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ പോയത്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് സാറിൻ്റെ വീട്ടിലോട്ട് പോകാൻ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, 5 മിനിറ്റ് മതി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ചുമ്മാ നിൽക്കുമായിരുന്നു. കേക്ക് മുറിയെല്ലാം കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഗിഫ്റ്റ് ഞങ്ങൾ കയറി വന്നപ്പോഴേ അകത്തോട്ട് കയറ്റിയിട്ടില്ല, പുറത്ത് ഒരു സെറ്റിയുടെ പുറകിലായിട്ട് പാത്ത് വെച്ചു. കാരണം അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ ആരെങ്കിലും വന്ന് എടുത്ത് നോക്കിയാൽ അവളെ കാണിച്ചാലോ എന്നുള്ള പേടിയിൽ. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകും. അവിടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നറിയില്ല, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ അമ്മൂസിനോട് പറഞ്ഞു, അപ്പം തന്നെ ഗിഫ്റ്റ് പൊട്ടിച്ച് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അറ്റടി. പിന്നെ ഞങ്ങൾ അവളുമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോ സെക്ഷൻ്റെ മേളമായിരുന്നു കേട്ടോ, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ അമ്മൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളിവിടെ വന്നു, കേക്കൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ രണ്ടും കളർക്കോൾ പറഞ്ഞിട്ടാണ് ഓക്കെ. ഇതാണ് ഞങ്ങളുടെ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. ബിരിയാണി ആയിരുന്നു കഴിക്കാൻ, അടിപൊളി ഫുഡായിരുന്നു. സാറിൻ്റെ തന്നെ പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ആസ്വദിച്ചു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഒരു പാഷനാണ് കുറേ ബേർഡ്സിൻ്റെ കളക്ഷൻസ് നമ്മൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാൻ പോകണം. അതിപ്പോൾ അപ്പോൾ നമുക്ക് അതൊക്കെ ചുമ്മാതെ ഒന്ന് കാണാം. നല്ല രസമാണ് കാണാൻ. സാറിനൊരു പാഷനാട്ടോ ഈ കിളികളൊക്കെ. ഇതിൻ്റെ പേരൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ കിളികളെക്കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് വേറെ കാര്യത്തിലൊക്കെ കിടക്കാം. ഈ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. എൻ്റെ നാട്ടിന് എപ്പോഴും പറയാനും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവൾ പറയുന്നു, ചേച്ചി നമ്മൾ എന്ത് കണ്ടൻറ്റ് വെച്ച് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഓരോ ഷോർട്സ് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോഴത്തേക്ക് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി, എന്താ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തോടെ എന്ന്. ആദ്യമൊക്കെ മടിയായിരുന്നു, സംസാരിക്കാൻ ചമ്മലായിരുന്നു. ഇപ്പോഴും ചമ്മൽ തന്നെയൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ആരെന്ത് പറയും, നെഗറ്റീവ് കമൻറ്റ്സ് വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഞാനെങ്ങനെ ഫേസ് ചെയ്യും, ഞാനെങ്ങനെ സംസാരിക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി നിർത്തുക. എന്നെപ്പോലെ മടി പിടിച്ചിരിക്കുന്നവരും ഇതിനോട് താല്പര്യമുള്ളവരുമൊക്കെ മാറി നിൽക്കാതെ മുന്നോട്ട് വന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂസിൻ്റെ അടുത്ത് ടാറ്റായും ബായി ഒക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.